അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും ആ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് മുടി കിട്ടാറുണ്ട്. അത് നമ്മുടെ ഉമ്മയുടെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ നമ്മുടെ സഹോദരിമാരുടെയോ ആവാം. ആ സമയത്ത് നമ്മുടെ അവസ്ഥ എന്താണ്? നാം ദേഷ്യത്തോടെ ഭക്ഷണം വലിച്ചെറിയുകയോ അല്ലെങ്കിൽ അവരെ വഴക്ക് പറയുകയോ ചീത്ത പറയുകയോ ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ എണീച്ചു പോകുകയോ ചെയ്യാറാണ് പതിവ്. ഇതൊക്കെ ശരിയായ രീതിയല്ല. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത എത്രയോ പട്ടിണി പാവങ്ങൾ ഈ ലോകത്തുണ്ട്. ഒരു ചരിത്രം ഞാൻ ഇവിടെ വിശദീകരിക്കാം. ഒരിക്കൽ ഒരു സഹാബത്തിന്റെ വീട്ടിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നപ്പോൾ സഹാബത്ത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. ആ വെള്ളം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടിക്കാൻ ഒരുങ്ങിയപ്പോൾ അതിലൊരു മുടി കാണാൻ ഇടവന്നു. ആ സമയത്ത് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ മുടിയുടെ വ്യക്തിക്ക് നീ ബറക്കത്ത് നൽകണേ. സഹോദരങ്ങളെ, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു മുടി കിട്ടിയാൽ ആ മുടി നജസല്ല, ആ മുടി നീക്കിക്കൊണ്ട് ആ ഭക്ഷണം കഴിക്കുക. അതിരാവിലെ മുതൽ നമുക്ക് വേണ്ടി അടുക്കളയിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന നമ്മുടെ ഉമ്മമാര്, സഹോദരിമാര്, ഭാര്യമാര്, ഇവർ വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണത്തിൽ ഒരു മുടി നമുക്ക് കിട്ടിയാൽ അവരോട് ഒരിക്കലും നാം ദേഷ്യപ്പെടുകയോ അവരെ നാം കുറ്റപ്പെടുത്തുകയോ ചീത്ത പറയുകയോ ചെയ്യരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ.